ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. കിളിച്ചുണ്ടൻ മാങ്ങ വേവിക്കുന്ന ഒരേർപ്പാട്, കിളിച്ചുണ്ടൻ മാങ്ങ വേവിക്കുന്ന ഒരു വീഡിയോയാണിത്. അപ്പം അതിലേക്ക് നമ്മൾ ആദ്യം തന്നെ കിളിച്ചുണ്ടൻ മാങ്ങ തൊലി കളഞ്ഞ് ചെറു ചൂട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ കിളിച്ചുണ്ടൻ മാങ്ങയ്ക്ക് പുളി കൂടുതലുള്ളതുകൊണ്ട് ആ പുളി കളയുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്, ചൂട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്. പിന്നീട് ആവശ്യത്തിന് തേങ്ങ തിരികിയത്, ആവശ്യത്തിന് ചുമന്നുള്ളി അരിഞ്ഞ് ചേർക്കണം. പിന്നെ നമ്മളുടെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, എരിവ് കൂടുതൽ വേണ്ടുന്നവർക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, മല്ലിപ്പൊടി ഇവ ചേർത്ത് മിക്സിയിൽ അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷം അരപ്പ് ഒരു പാത്രത്തിലേക്ക് മാറ്റി നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത്, ആവശ്യാനുസരണം വെള്ളം ചേർത്ത്, നമുക്ക് എത്രമാത്രം ചാറ് കൂടുതലായിട്ട് വേണ്ടുന്നവർക്ക് അതിന് പാകത്തിലുള്ള വെള്ളം ചേർക്കുക. പിന്നെ നമ്മളുടെ വീട്ടിലുള്ളവരുടെ പരുവത്തിനായിട്ടുള്ള ഉപ്പും ചേർത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച് പുളി കളഞ്ഞിരിക്കുന്ന മാങ്ങ അതിലേക്ക് ഈ നമ്മൾ തയ്യാറാക്കിയ ഈ അരച്ചെടുത്തിരിക്കുന്ന ഈ അരപ്പിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളവും ചേർത്തതിന് ശേഷം അടുപ്പിൽ വെച്ച് നന്നായിട്ട് തിളപ്പിച്ച് വേവിച്ചെടുക്കുക. ഇതിന് ഇവിടെ കൊഞ്ച് ഞങ്ങളുടെ ചന്തയിൽ ഇല്ലായിരുന്നു, അല്ലെങ്കിൽ ഇതിനോടൊപ്പം ഞങ്ങൾ എല്ലാ പ്രാവശ്യവും കൊഞ്ചും കൂടെ ചേർക്കാറുണ്ട്. കൊഞ്ചും കൂടെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്, ഒരു പ്രത്യേക രുചിയാണ്. ചോറിനകത്ത് ഇട്ട് കഴിച്ച് നമ്മൾ വയററിയാതെ ചോറ് കഴിച്ചു. കൊഞ്ചിൻ്റെ അഭാവം ഈ കറിക്കൊരു പോരായ്മയാണ്. കൊഞ്ച് കിട്ടിയില്ല, അതുകൊണ്ടാണ്. കൊഞ്ചുണ്ടായിരുന്നെങ്കിൽ പറയുമ്പോൾ തന്നെ വളരെ കൊഞ്ചുണ്ടായിരുന്നെങ്കിൽ നല്ല ടേസ്റ്റായിരുന്നു. ഇളക്കി ചേർത്തതിന് ശേഷം അടപ്പിൽ വെച്ച് വേവിച്ച് എടുത്താൽ മതി. അപ്പം നമ്മുടെ മാങ്ങ വേവിച്ചത് റെഡിയായിട്ടുണ്ട്. ചോറ് കഴിക്കാൻ കൂടുന്നവർ കൂടെ പോരൂ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും വരേക്കും എല്ലാവർക്കും വണക്കം.